മാത്തമാറ്റിക്സിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെക്ഷൻ 7.4 ഇൻ്റഗ്രൽസ് ഓഫ് സം പർട്ടിക്കുലർ ഫങ്ഷൻസ്. ചില പ്രത്യേകതരം ഫങ്ഷൻസുകളുടെ ഇൻ്റഗ്രേഷനുമായി ബന്ധപ്പെട്ട കാര്യമാണ് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിൽ ആദ്യം നമ്മൾ പഠിച്ചിരിക്കേണ്ടത് 6 ഫോർമുലയാണ്. ഈ ഫോർമുലേനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യനുകളും അതുപോലെ തന്നെ ഇതേ ഫോർമുലാസുകളിലേക്ക് കണക്ട് ചെയ്ത് നമുക്ക് കണ്ടെത്താൻ പറ്റുന്ന കുറച്ച് ഇൻ്റഗ്രൽസുകളും, അത് ഓരോന്ന് ഓരോ ടൈപ്പ് ആവുന്ന രീതിയിലാണ് നമുക്ക് ചെയ്യുവാനുള്ളത്. നമുക്ക് 4 ടൈപ്പുകളെക്കുറിച്ചും ഈ സെക്ഷനിൽ നമുക്ക് പഠിക്കുവാനുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ ഫോർമുലയിലേക്കൊന്ന് പോയി നോക്കാം. 6 ഫോർമുലാസുകളാണ് ബോർഡിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞ ഫോർമുലാസിനോട് കൂടി സെക്കൻഡ് ക്ലാസ്സിൽ നമ്മളൊരു 4-5 ഫോർമുലാസ് പറഞ്ഞിട്ടുണ്ടായിരിക്കും. ആ ഫോർമുലാസിന് പുറമെയാണ് ഈ പറയുന്ന 6 ഫോർമുലാസുകൾ കയറി വരുന്നത്. അപ്പോൾ ആ ഫോർമുലാസുകളിലേക്കൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത് മസ്റ്റായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം. കാരണം നമ്മളിവിടെ എല്ലാ ക്വസ്റ്റ്യൻസുകളെല്ലാം വർക്ക് ചെയ്യുന്നത് ഈ കാണുന്ന ഏതെങ്കിലും ഒരു ഫോമിലേക്ക് നമ്മുടെ ക്വസ്റ്റ്യനെ എത്തിക്കും. അതിനുശേഷം നേരിട്ടിട്ട് ഈ ഫോർമുല അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഫോർമുല ഒന്ന് ശ്രദ്ധിക്കൂ. ഇൻ്റഗ്രൽ dx/x² - a² = 1/2a log mod x - a ഡിവൈഡഡ് ബൈ x + a + c. രണ്ടാമത്തെ ഫോർമുല ഇൻ്റഗ്രൽ dx/a² - x² = 1/2a log mod a + x ഡിവൈഡഡ് ബൈ a - x + c. മൂന്നാമത്തത് ഇൻ്റഗ്രൽ dx/x² + a² = 1/a tan inverse x/a + c. അടുത്ത 3 ഫോർമുലാസുകൾ നോക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞ 3 ഫോർമുലയുടെയും ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് ഒന്നുമില്ലെങ്കിൽ x² - a², അല്ലെങ്കിൽ a² - x², അല്ലെങ്കിൽ x² + a². ന്യൂമറേറ്റർ എന്ന് പറയുന്നതൊക്കെ എന്താണ്? 1 ആണ് വരുന്നത്. ഇനിയുള്ള 3 ഫോർമുല നോക്കുമ്പോഴോ ഇപ്പോൾ തൊട്ട് മുകളിൽ നമ്മൾ പറഞ്ഞ 3 ടേമുകളുടെയും റൂട്ടിൻ്റെ കാര്യങ്ങളാണ് എവിടെ വരുന്നത്? ഡിനോമിനേറ്ററിൽ വരുന്നത്. അതായത് ഇൻ്റഗ്രൽ dx/√x² + a² ആണ് വരുന്നതെങ്കിൽ ലോഗ് മോഡ് x + √x² + a² + c. ലാസ്റ്റ് ഫോർമുല ഇൻ്റഗ്രൽ dx/√a² - x² ആണ് വരുന്നതെങ്കിൽ സൈൻ ഇൻവേഴ്സ് x/a + c. ഇൻ്റഗ്രൽ dx/√x² - a² ആണെങ്കിൽ ലോഗ് മോഡ് x + √x² - a² + c. അപ്പോൾ നമുക്ക് തരുന്ന ചോദ്യങ്ങളൊന്നും ഡയറക്റ്റ് ആയിട്ട് ഈ ഫോർമുല ആവില്ല. അപ്പോൾ നമ്മളതിനെ എന്ത് ചെയ്യുന്നു? ഇതിലെ ഫോർമുലയ്ക്ക് കണക്ട് ചെയ്തതിന് ശേഷം ഫോർമുല അപ്ലൈ ചെയ്യുന്നു. ക്വസ്റ്റ്യൻസുകൾ വരുമ്പോൾ നമുക്ക് ആ ഒരു ഐഡിയ ആണ് ചെയ്യുവാനുള്ളത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഡിനോമിനേറ്ററിൽ ക്വസ്റ്റ്യനിൽ റൂട്ട് എന്ന് പറയുന്ന കാര്യം കണക്ട് ചെയ്ത് കിടക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ഈ 3 ഫോർമുലയ്ക്ക് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഡിനോമിനേറ്റർ എന്ന് പറയുന്നതിൽ റൂട്ടൊന്നും ഇല്ലാത്ത ടേമുകളാണ് കിടക്കുന്നതെങ്കിൽ നമുക്ക് ഈ സെക്ഷനിൽ ഈ 3 ഫോർമുലയിലേക്കാണ് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റുകയുള്ളൂ. അപ്പോൾ ഫോർമുല നിർബന്ധമായി നിങ്ങൾ പഠിക്കണം. ക്ലാസ്സിൽ നമ്മൾ പറയുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ചിട്ട് പോവുക. നമ്മളിനി നേരെ ചോദ്യങ്ങളിലേക്ക് പോവുകയാണ്. ആദ്യത്തെ ചോദ്യത്തിൽ നമുക്ക് ചെയ്യാനുള്ളത് ഫൈൻഡ് ദ ഫോളോയിങ് ഇൻ്റഗ്രൽസ്. താഴെയുള്ള ഇൻ്റഗ്രൽസുകൾ എന്ത് ചെയ്യണം? നമ്മൾ ഫൈൻഡ് ചെയ്യണം, കണ്ടെത്തുക, അല്ലെങ്കിൽ ഇവാലുവേറ്റ് ചെയ്യാന്ന് പറഞ്ഞ് ചോദിക്കാറുണ്ട്. ഒന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ഇൻ്റഗ്രൽ dx/x² - 16. നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ തുടക്കത്തിൽ എഴുതിയിട്ടുള്ള 6 ഫോർമുലാസുകളാണ് നമ്മുടെ കയ്യിലുള്ളത്. ഈ ഫോർമുലയെ ഏതെങ്കിലും ഒന്നിലേക്കാണ് കണക്ട് ചെയ്യേണ്ടത്. അങ്ങനെ കണക്ട് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് ഈ പറയുന്ന കാര്യത്തിനെ നമുക്ക് ഇൻ്റഗ്രൽ dx/x² - 16 പകരം 4² എന്ന് പറഞ്ഞ് എഴുതാം. ഇപ്പോൾ ഇത് ഏത് ഫോർമുലായി? ഇൻ്റഗ്രൽ dx/x² - a² എന്ന് പറഞ്ഞ ഫോർമുലായി. അതിന് ഫോർമുല നമുക്കറിയാം, അല്ലെങ്കിൽ നമ്മൾ പഠിച്ച് വെക്കേണ്ട ഫോർമുലയാണ്. ഏതാണ് ഫോർമുല വരുന്നത്? 1/2a log mod x - a ഡിവൈഡഡ് ബൈ x + a + c. ഞാൻ ഈ ഫോർമുല ഇവിടേക്ക് അപ്ലൈ ചെയ്യാണ്. അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എക്സ് എന്ന് പറഞ്ഞ വേരിയബിൾ ഇവിടെയും എക്സ് തന്നെയാണ്. എ എന്ന് പറഞ്ഞ പൊസിഷനിൽ ഇവിടെ വരുന്നത് 4 ആണ് വരുന്നത്. അപ്പോൾ അത് എഡിറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? 1/2 × a log mod x - a ഡിവൈഡഡ് ബൈ x + a + c. ഒരു സ്റ്റെപ്പും കൂടി നമുക്ക് എഴുതാം. ഇതിനെ 1/8 എന്ന് പറഞ്ഞ് എഴുതാം. log mod x - 4 ഡിവൈഡഡ് ബൈ x + 4 + c. അടുത്ത ചോദ്യത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. ഇൻ്റഗ്രൽ 1 dx/√1 + 4x². ഇത് ചെയ്യുന്നതിന് മുൻപേ നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടായിരിക്കേണ്ടത് അവസാനം പറഞ്ഞ 3 ഫോർമുലാസ് ആണ്. അതിലെ റൂട്ടിനകത്ത് ഒന്നുമില്ലെങ്കിൽ x² + a² ആണ്, അല്ലെങ്കിൽ x² - a² ആണ്, അല്ലെങ്കിൽ x² + a² എന്ന് പറഞ്ഞ ആശയമാണ്. ഇവിടെ
നമ്മൾക്ക് റൂട്ടിനകത്ത് 1+4x² എന്ന് പറഞ്ഞ കാര്യമാണ്. മുൻപേ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്ന് ഒബ്സർവ് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. x² എന്ന് പറയുന്നതിൻ്റെ കോഎഫിഷ്യൻ്റ് ഒന്നില്ലെങ്കിൽ 1 അല്ലെങ്കിൽ -1 ആണ് ഉണ്ടായിരിക്കുക. ഇവിടെ പക്ഷേ എന്താണ്, x² എന്ന് പറയുന്നതിൻ്റെ കോഎഫിഷ്യൻ്റ് 4 ആണ്. അങ്ങനെ നിൽക്കുമ്പോൾ നമുക്കൊരിക്കലും ഫോർമുല അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് 4 എന്ന് പറയുന്നത് റൂട്ടിനകത്ത് ഇല്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, 4 എന്ന് പറയുന്നത് നമ്മൾ കോമൺ ആയിട്ട് എടുക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഫോർമുല അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഇതിനൊന്ന് വർക്ക് ചെയ്ത് നോക്കുകയാണ്. വിച്ച് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 1 dx ബൈ റൂട്ട് 2 ടൈമിലും കോമൺ ആയി 4 ഇല്ലെങ്കിലും 4 ഞാൻ എടുക്കുകയാണ്. അപ്പോൾ 1 ഇല്ലാത്തത് കൊണ്ട് എന്ത് ചെയ്താൽ മതി, ഡിവൈഡ് ചെയ്താൽ മതി. 1/4 പ്ലസ് 4x² എന്ന് പറയുന്നതിൽ നിന്ന് 4 ഔട്ട്സൈഡ് എടുത്തു കഴിഞ്ഞാൽ ബാക്കി അവിടെ എന്താ ഉണ്ടാവുക, x² എന്ന് പറയുന്ന ആശയമാണ് ഉണ്ടായിരിക്കുക. ഇതിൽ √4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തേക്ക് വരുമ്പോൾ 2 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ 1/2 എന്ന് പറയുന്നത് ഇവിടെ വരും. ആ 1/2 ഞാൻ ഇൻ്റഗ്രലിൻ്റെ പുറത്തേക്ക് എടുക്കുന്നു. ബാക്കിയുള്ളത് ഇൻ്റഗ്രൽ dx ബൈ റൂട്ട് 1/4 എന്ന് പറയുന്നതിനെ 1/2 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞ് എഴുതാം പ്ലസ് x². ഇപ്പോൾ ഏത് ഫോമിലായി, ഇൻ്റഗ്രൽ dx ബൈ റൂട്ട് a² പ്ലസ് x² അഥവാ x² പ്ലസ് a² എന്ന് പറഞ്ഞ രൂപത്തിലായി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഫോർമുല അപ്ലൈ ചെയ്യാം. ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ 1/2 ഇൻറ്റു ലോഗ് മോഡ് x പ്ലസ് റൂട്ട് 1/2 ഹോൾ സ്ക്വയർ പ്ലസ് x² പ്ലസ് c. ലോഗ് മോഡ് x പ്ലസ് റൂട്ട് x² പ്ലസ് a² പ്ലസ് c ആണ് ഫോർമുല. ആ ഫോർമുല തന്നെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിവിടെ സിംപ്ലിഫിക്കേഷൻ വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റൂട്ടിനകത്തുള്ളതാണ്. ഇത് എങ്ങനെ സിംപ്ലിഫൈ ചെയ്താലും നമുക്ക് എന്ത് കിട്ടുള്ളൂ, ക്വസ്റ്റിൽ തന്നിരിക്കുന്ന ഈ ഒരു ആൻസറിലേക്ക് തന്നെയാണ് എത്തുകയുള്ളൂ. അപ്പോൾ നമുക്ക് നേരിട്ടിട്ട് സ്റ്റെപ്പുകൾ കുറച്ചുകൊണ്ട് നേരിട്ടിട്ട് എന്ത് ചെയ്യാം, ആ പറഞ്ഞ കാര്യം അപ്ലൈ ചെയ്യാം. അതായത് ലോഗ് മോഡ് x പ്ലസ് റൂട്ട് 1 പ്ലസ് 4x² പ്ലസ് c എന്ന് പറഞ്ഞ് എഴുതാം. അടുത്ത ചോദ്യത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. ഇൻ്റഗ്രൽ 1 dx ബൈ റൂട്ട് 2 - x ഹോൾ സ്ക്വയർ പ്ലസ് 1 എന്ന് പറഞ്ഞാണ് കിടക്കുന്നത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചെങ്കിൽ, ഇത് സാധാരണ നമ്മൾ x² എന്ന് പറയുന്ന കാര്യത്തിൻ്റെ കോഎഫിഷ്യൻ്റ് 1 അല്ലെങ്കിൽ -1 ആണ് വരുന്നത്. ഇവിടെ x² എന്ന് പറയുന്ന കാര്യം തന്നെ എങ്ങനെ നിൽക്കുന്നത്, 2 - x ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞ രീതിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു കാര്യം ചെയ്യാൻ പോവുകയാണ്. ഇത് x എന്ന് പറഞ്ഞ വേരിയബിളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാണ്, മറ്റൊരു വേരിയബിളിലേക്ക് കണക്ട് ചെയ്യാണ്. കണക്ട് ചെയ്യാൻ വേണ്ടി 2 - x എന്ന് പറയുന്നതിന് t കൊടുക്കുകയാണ്. 2 - x ന് t കൊടുത്തു കഴിഞ്ഞാൽ 2ൻ്റെ ഡെറിവേഷൻ എന്ന് പറഞ്ഞാൽ 0 വരും. മൈനസ് എക്സിൻ്റെ ഡെറിവേഷൻ 1 ആണ്. dx ഈക്വൽ ടു dt, അതായത് മൈനസ് dx ഈക്വൽ ടു dt, dx ഈക്വൽ ടു മൈനസ് dt വിച്ച് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ dxന് പകരം നമുക്ക് എന്ത് എഴുതാം, മൈനസ് dt എഴുതാം, ഡിവൈഡഡ് ബൈ റൂട്ട് 2 - x ന് പകരം t കൊടുക്കാം. അപ്പോൾ അവിടെ t² വരും. പ്ലസ് 1ന് പകരം നമുക്ക് 1² എന്ന് പറഞ്ഞ കാര്യം എഴുതാം. ഇപ്പോൾ അത് t എന്ന് പറഞ്ഞ വേരിയബിളിലാണെങ്കിലും ഇത് ഏത് ഫോമിലാണ്, ഇൻ്റഗ്രൽ dt ബൈ റൂട്ട് t² പ്ലസ് a² എന്ന് പറഞ്ഞ രൂപത്തിലാണ്. അപ്പോൾ നമ്മൾ എക്സിൽ പഠിച്ചിട്ടുള്ള അതേ ഫോർമുല നമുക്ക് എന്ത് ചെയ്യാം, ഇവിടേക്ക് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യുന്ന സമയത്ത് മൈനസ് ഇൻ്റഗ്രേഷൻ്റെ പുറത്തേക്ക് എടുത്തു. ഇനിയാണ് ഫോർമുല അപ്ലൈ ചെയ്യുന്നത്. ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ ലോഗ് മോഡ് ടി പ്ലസ് റൂട്ട് t² പ്ലസ് 1² പ്ലസ് c വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് ലോഗ് മോഡ് ടി എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്, 2 - x എന്ന് പറഞ്ഞ ആശയം തന്നെയാണ്, പ്ലസ് റൂട്ട് ഓഫ് t² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 - x ഹോൾ സ്ക്വയർ പ്ലസ് 1ൻ്റെ സ്ക്വയർ 1 തന്നെയാണ്, പ്ലസ് c. അടുത്ത ചോദ്യത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. ഇൻ്റഗ്രൽ dx ബൈ 9 - 25x². x² കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് ഇവിടെ എന്താണ്, 25 ആണ്. 25 നിൽക്കാൻ പാടില്ല, 1 അല്ലെങ്കിൽ -1 നിൽക്കാൻ പാടുള്ളൂ. അപ്പോൾ ആ 25 എന്ന് പറയുന്നത് കോമൺ ആയിട്ട് ഇല്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, 25 എന്ന് പറയുന്ന കാര്യം കോമൺ ആയിട്ട് എടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ കാര്യത്തിന് അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ഇങ്ങനെ പറയാം, ഇൻ്റഗ്രൽ dx ബൈ 25 ഇൻറ്റു 9ൽ നിന്ന് 25 എടുക്കാനില്ല, അതുകൊണ്ട് എന്ത് ചെയ്താൽ മതി, ഡിവൈഡ് ചെയ്താൽ മതി. മൈനസ് 25x² നിന്ന് 25 എടുത്തു കഴിഞ്ഞാൽ ബാക്കി x² മാത്രം. ഇതിനെ ഒന്നും കൂടി നമുക്ക് മാറ്റി എഴുതിയാൽ 1/25 ഇൻറ്റു ഇൻ്റഗ്രൽ dx ബൈ 10/25 എന്ന് പറയുന്നതിനെ 3/5 ഹോൾ സ്ക്വയർ മൈനസ് x² എന്ന് പറഞ്ഞ് എഴുതാം. ഇപ്പോൾ ഏത് ഫോമിലായി, ഇൻ്റഗ്രൽ dx ബൈ a² മൈനസ് x² എന്ന് പറഞ്ഞ രൂപത്തിലായി. അതിൻ്റെ ഫോർമുല അപ്ലൈ ചെയ്യാം. വിച്ച് ഇസ് ഈക്വൽ ടു 1/25 ഇൻറ്റു ഇൻ്റഗ്രൽ dx ബൈ a² മൈനസ് x² എന്ന് പറയുന്നതിൻ്റെ ഫോർമുല എന്താ വരിക, 1/2 ഇൻറ്റു a ലോഗ് മോഡ് 3/5 പ്ലസ് എക്സ് ഡിവൈഡഡ് ബൈ 3/5 മൈനസ് എക്സ് പ്ലസ് c. ഇറ്റ് ഇസ് ഈക്വൽ ടു
5 എന്ന് പറയുന്നത് 25-ൽ 5 ടൈംസ് ആണ്. 1/5 × 2 10 വരും. 10 × 3 എന്ന് പറഞ്ഞാൽ 30 വരും. ലോഗ് മോഡ് ബൈ 1 കൊടുക്കുക, ക്രോസ് ആയി മൾട്ടിപ്ലൈ ചെയ്യുക, താഴെയും അതുപോലെ ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 3 + 5x ഡിവൈഡഡ് ബൈ 5 all divided by 3 - 5x all divided by 5 plus c. 5 നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ ഫൈനൽ ആൻസർ ആയിട്ട് 1/30 ലോഗ് മോഡ് 3 + 5x ഡിവൈഡഡ് ബൈ 3 - 5x plus c എന്ന് പറഞ്ഞു എഴുതാം. ഇതേപോലെ ഒരു ചോദ്യം നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കുന്ന സമയത്ത് ഇവിടെ റൂട്ട് വരുന്ന രീതിയിൽ കാണാം. റൂട്ട് വരുമ്പോൾ എന്താ സംഭവിക്കുക? ഇവിടെയും റൂട്ട് വരും. റൂട്ട് വരുമ്പോൾ 25 എന്ന് പറയുന്നതല്ല പുറത്ത് നിൽക്കുക, 5 ആണ് പുറത്ത് നിൽക്കുക. കാരണം റൂട്ടിൽ നിന്ന് പുറത്തെടുക്കുമ്പോൾ 5 ആണ് വരിക. പിന്നെ റൂട്ട് ഓഫ് a² - x² എന്ന് പറഞ്ഞ രീതിയിലാണ് നിൽക്കുക. അവിടെ ഫോർമുല എന്താ? സൈൻ ഇൻവേഴ്സ് x/a പ്ലസ് c എന്നാണ്. സൈൻ ഇൻവേഴ്സ് x/aക്ക് പകരം എന്ത് കൊടുക്കുക? 3/5 എന്ന് പറയുന്ന കാര്യം കൊടുക്കുക, പ്ലസ് c എന്ന് പറഞ്ഞ കാര്യം കണക്ട് ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യുക. അതോടുകൂടി അതിൻ്റെ ആൻസറും കണ്ടെത്താൻ വേണ്ടി പറ്റും. അപ്പോൾ എങ്ങനെയാണോ ക്വസ്റ്റനിൽ ഫോർമുല വരുന്നത് ആ രീതിയിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കറക്റ്റായിട്ട് കണ്ടെത്താൻ വേണ്ടി പഠിക്കണം. അടുത്ത ചോദ്യം, ഇൻ്റഗ്രൽ 3x² dx ബൈ x⁻6 + 1. ഇപ്പോൾ ഇത് ഒറ്റ നോട്ടത്തിൽ എന്തല്ല നമ്മുടെ ഫോർമുല അല്ല കിടക്കുന്നത്. എന്നാൽ ഇത് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞ ആശയത്തിലൂടെ പോയാൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഫോർമുലയിൽ 6-ൽ ഏതെങ്കിലും ഒന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? നമ്മൾ ഏതിനാണോ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത് അതിൻ്റെ ഡെറിവേറ്റീവ് അതിനകത്ത് തന്നെ ഉണ്ടായിരിക്കണം. എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യനിൽ തന്നെ എന്തുണ്ടായിരിക്കണം? ഡെറിവേറ്റീവ് കൊടുക്കേണ്ട ടേമും അതുമാതിരി തന്നെ ഡെറിവേറ്റീവ് കൊടുത്താൽ അതിൻ്റെ ഡെറിവേഷനും ഉണ്ടായിരിക്കണം. ഇവിടുത്തെ കാര്യത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു കാര്യം ഒറ്റ നോട്ടത്തിൽ കിട്ടുകയില്ല. പക്ഷേ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ഒരു കാര്യം അതിന് എന്ത് ചെയ്യാം? അറേഞ്ച് ചെയ്ത് കൊണ്ടുവരാം. അറേഞ്ച് ചെയ്ത് കൊണ്ടുവരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യനെ നമുക്ക് ഇൻ്റഗ്രൽ 3x² dx ബൈ x³ ഹോൾ സ്ക്വയർ, x⁻6 പകരം x³ ഹോൾ സ്ക്വയർ + 1 എന്ന് പറഞ്ഞ് ചിന്തിക്കാം. അങ്ങനെയാണെങ്കിൽ x³ എന്ന് പറയുന്നതിൻ്റെ ഡെറിവേഷൻ എന്താ വരിക? 3x² ആണ് വരിക. അപ്പോൾ നമുക്ക് കാര്യങ്ങൾ ക്ലിയർ ആയി കിട്ടിക്കഴിഞ്ഞു. x³ നമ്മൾ t എന്ന് പറഞ്ഞ കാര്യം കൊടുക്കേണ്ടത്. പുട്ട് x³ = t, അതായത് 3x² dx എന്ന് പറയുന്നത് dt ആണ്. ഇറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 3x² dx പകരം dt ഡിവൈഡഡ് ബൈ x³ ഹോൾ സ്ക്വയർ എന്ന് എന്തായിട്ട് മാറും? t² എന്ന് പറഞ്ഞ ആശയമായിട്ട് മാറും. പ്ലസ് 1-ന് പകരം നമുക്ക് എന്ത് എഴുതാം? 1² എഴുതാം. അതായത് ഏത് ഫോർമുല? ഇൻ്റഗ്രൽ dx ബൈ x² + a² എന്ന് പറഞ്ഞ രൂപത്തിലാണ് നിൽക്കുന്നത്. ഫോർമുല വരുന്നത് എന്താ? 1/a tan ഇൻവേഴ്സ് x/a പ്ലസ് c. ഞാൻ ഫോർമുലയാണ് പറയുന്നതെങ്കിലും എക്സിന് പകരം t ആണ് കൊടുക്കുന്നത്, എക്ക് പകരം 1 ആണ് കൊടുക്കുന്നത്. ഓക്കെ, 1/1 1 തന്നെയാണ് നമുക്കറിയാം. അതായത് tan ഇൻവേഴ്സ് ടിക്ക് പകരം നമുക്ക് എന്ത് എഴുതാം? x³ എന്ന് പറയുന്ന കാര്യം എഴുതാം പ്ലസ് c. അടുത്ത ചോദ്യവും ഇപ്പോൾ നമ്മൾ ചെയ്ത അതേ രീതിയിൽ കണക്ട് ചെയ്യേണ്ടതാണ്. ഡയറക്റ്റ് ആയിട്ട് ഫോർമുല ഇല്ല, സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഫോർമുലയ്ക്ക് കണക്ട് ചെയ്യാം. അതിനുവേണ്ടി ഇവിടെ ഒറ്റ നോട്ടത്തിൽ കാര്യങ്ങൾ വ്യക്തമാണ്. tan xന്റെ ഡെറിവേഷൻ ആയ sec² അവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കൺഫ്യൂഷൻ ഒന്നുമില്ല. സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ടത് ഏത് ടൈമിനാണ്? tan x എന്ന് പറയുന്നതിന് t കൊടുക്കുക. ഡെറിവേഷൻ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? sec² dx എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ dt ആയിട്ട് മാറും. ഇറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ sec² dx എന്ന് പറയുന്നതിന് പകരം dt ഡിവൈഡഡ് ബൈ റൂട്ട് tan² x എന്ന് പറയുന്നത് t² ആയി പ്ലസ് 4 എന്ന് പറഞ്ഞാൽ എന്താണ്? 2² എന്ന് പറഞ്ഞ കാര്യമാണ്. ഇത് ഏത് ഫോർമുല? ഇൻ്റഗ്രൽ dx ബൈ റൂട്ട് x² + a² എന്ന് പറഞ്ഞ രൂപത്തിലാണ്. അങ്ങനെയാണെങ്കിൽ ഫോർമുല എന്താ? ലോഗ് മോഡ് x പ്ലസ് റൂട്ട് x² + a² പ്ലസ് c ഇറ്റ് ഈസ് ഈക്വൽ ടു ലോഗ് മോഡ് ടിക്ക് പകരം നമുക്ക് എന്തെന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? tan x എന്ന് പറഞ്ഞ കാര്യം എഴുതാം പ്ലസ് റൂട്ട് ഓഫ് tan x ഹോൾ സ്ക്വയർ പ്ലസ് 2² എന്ന് പറയുന്നത് 4 ആണ്, പ്ലസ് c എന്ന് പറഞ്ഞ് എഴുതാം. ഒരു സ്റ്റെപ്പ് കൂടി സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ലോഗ് മോഡ് tan x പ്ലസ് റൂട്ട് ഓഫ് tan x ഹോൾ സ്ക്വയർ എന്ന് പറയുന്നതിനെ tan² x എന്ന് പറഞ്ഞ് എഴുതാം പ്ലസ് 4 പ്ലസ് c. അടുത്ത ചോദ്യത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. ഇൻ്റഗ്രൽ x² dx ബൈ റൂട്ട് x⁻6 പ്ലസ് a⁻6. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ x² dx മുകളിലുണ്ട്. അപ്പോൾ ഒരു x³ ഉണ്ടെങ്കിൽ 3x² dx എന്ന് പറഞ്ഞ ലോജിക്ക് കിട്ടും. അത് മുമ്പേ നമ്മളൊരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ x³ എന്ന് പറയുന്ന ആശയം നമുക്ക് കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. x⁻6 ഉള്ളത് കൊണ്ട് നമുക്ക് എന്ത് കൊടുക്കാം? അതിനെ x³ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞ ആശയത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഞാൻ ഈ ക്വസ്റ്റ്യൻ ഒന്ന് റീറൈറ്റ് ചെയ്യാണ്. ഇൻ്റഗ്രൽ x² dx ബൈ റൂട്ട് x³ ഹോൾ സ്ക്വയർ പ്ലസ്, അതുപോലെ തന്നെ ഈ പാർട്ട് ഇപ്പോഴും നമുക്ക് എങ്ങനെ വരണം?
എ സ്ക്വയർ എന്ന് പറഞ്ഞ രൂപത്തിൽ വരണം. അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ എ റൈസ് ടു 6 എന്ന് പറയുന്നതിനെ നമുക്ക് എ ക്യൂബ് ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞ രീതിയിൽ ചിന്തിക്കാം. ഇനി ഞാൻ എക്സ് ക്യൂബ് എന്ന് പറയുന്നതിന് ടി കൊടുക്കുകയാണ്. എക്സ് ക്യൂബിന് ടി കൊടുക്കുമ്പോൾ 3x² dx എന്ന് പറയുന്നതാണ് ഡി ടി വരിക. ഇൻ്റഗ്രലിൽ x² dx മാത്രമേ ഉള്ളൂ. അപ്പോൾ x² dx എന്ന് പറയുന്നത് എന്ത് വരും? dt/3 വരും. വിച്ച് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ dt/3 ഡിവൈഡഡ് ബൈ റൂട്ട് എക്സ് ക്യൂബ് സ്ക്വയർ എന്ന് പറയുന്നത് എന്താവും? t² ആവും. പ്ലസ് അടുത്ത എന്താ വരിക? എ ക്യൂബ് ഹോൾ സ്ക്വയർ. അതിന് വ്യത്യാസമൊന്നുമില്ല, അത് അതേ രീതിയിൽ തന്നെ അവിടെ എഴുതിയാൽ മതി. ഇവിടെ നമ്മൾ ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1/3 പുറത്ത് നിർത്തി കഴിഞ്ഞാൽ ഇത് ഇൻ്റഗ്രൽ dx/√x² + a² എന്ന് പറഞ്ഞ ഫോർമുലയാണ്. a² എന്ന് പറയുന്നതിൻ്റെ സ്ഥാനത്ത് ഇവിടെ ശരിക്കും എന്താണ്? a⁻⁶ എന്ന് പറയുന്ന കാര്യമാണ് വരുന്നത്. അപ്പോൾ a എന്ന് പറഞ്ഞ കാര്യം അപ്ലൈ ചെയ്യേണ്ട സ്ഥാനത്ത് നമ്മൾ എന്ത് കൊടുക്കണം? a³ എന്ന് പറഞ്ഞ കാര്യം അപ്ലൈ ചെയ്യണം. എന്തായാലും നമുക്ക് ഫോർമുലയിലേക്ക് ഒന്ന് അപ്ലൈ നോക്കാം. വിച്ച് ഇസ് ഈക്വൽ ടു 1/3 log mod t പ്ലസ് റൂട്ട് t² പ്ലസ് a³ ഹോൾ സ്ക്വയർ പ്ലസ് c which is equal to 1/3 log mod t എന്നതിന് പകരം x³ എഴുതാം പ്ലസ് റൂട്ട് ഓഫ് t² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x³ ഹോൾ സ്ക്വയർ പ്ലസ് a³ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? a⁻⁶ പ്ലസ് c. ഒരു സ്റ്റെപ്പ് കൂടി സിംപ്ലിഫൈ ചെയ്യാം. 1/3 log mod x³ പ്ലസ് റൂട്ട് x⁻⁶ പ്ലസ് a⁻⁶ പ്ലസ് c. ഇപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസുകൾ നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞു. ആ ക്വസ്റ്റ്യൻസുകളെല്ലാം നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ 6 ഫോർമുലാസുമായി റിലേറ്റഡ് ആയിട്ട് നിൽക്കുന്നതാണ്. ചിലത് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നതും ചിലതിനെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തുകൊണ്ട് അപ്ലൈ ചെയ്യുന്നതുമായ കാര്യങ്ങളാണ്. ഇതിൽ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തുകൊണ്ട് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസുകളെല്ലാം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ പഠിക്കുന്നതിൽ എന്തായാലും ആ രീതിയിലുള്ള ചോദ്യങ്ങളെല്ലാം ഒന്ന് ഉൾപ്പെടുത്തുക. ഇനി നമുക്ക് പറയുവാനുള്ളത്, ഈ 6 ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മൾക്ക് 4 ടൈപ്പ് ഇൻ്റഗ്രൽസുകൾ ഇവാലുവേറ്റ് ചെയ്യാം. അതിലെ 2 ടൈപ്പ് ഇൻ്റഗ്രൽസുകൾ ഇവാലുവേറ്റ് ചെയ്യുന്നത് 6 ഫോർമുലയുമായി കണക്ട് ചെയ്തുകൊണ്ടാണ്. അതിലെ ആദ്യത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ആദ്യത്തെ 3 ഫോർമുലയുമായി കണക്റ്റഡ് ആണ്. അതുപോലെ അടുത്ത ടൈപ്പ് എന്ന് പറയുന്നത് അടുത്ത 3 ഫോർമുലയുമായി കണക്റ്റഡ് ആണ്. പക്ഷെ ഇത് രണ്ടും ചെയ്തു പോകുന്നത് ഒരേ ലോജിക്കിലായതുകൊണ്ട് തന്നെ നമ്മൾ ക്ലാസ്സിൽ ഒരുമിച്ചാണ് അത് പറഞ്ഞു പോകുന്നത്. അത് നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ആ സെക്ഷനിലേക്ക് ഒന്ന് പോയി നോക്കുകയാണ്. ഈ 2 ടൈപ്പ് പ്രോബ്ലംസുകളാണ് നമ്മൾ ഒരുമിച്ച് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് ക്വസ്റ്റ്യൻ കണ്ടാൽ വേർതിരിച്ചറിയേണ്ട കാര്യമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഈ ഒരു ടൈപ്പിലേക്കാണ് പോകുന്നതെങ്കിൽ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞ കാര്യത്തിൻ്റെ മുകളിൽ dx മാത്രമേ ഉണ്ടാവുള്ളൂ, താഴെ ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനാണ് കാണുക. അങ്ങനെയാണെങ്കിൽ അത് ഈ ടൈപ്പിലൂടെയാണ് ചെയ്യേണ്ടത്. റൂട്ടിനകത്ത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനാണ് കിടക്കുന്നതെങ്കിൽ, മുകളിൽ dx മാത്രമാണ് നിൽക്കുകയും ചെയ്യുന്നതെങ്കിൽ അത് ഈ ടൈപ്പിലൂടെയാണ് ചെയ്യേണ്ടത്. ഈ 2 ടൈപ്പ് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ കണക്ട് ചെയ്യുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ax² + bx + c എന്ന് പറയുന്ന ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ നിങ്ങൾക്കവിടെ കാണാൻ വേണ്ടി പറ്റും. അതിനെ ഒന്നുമില്ലെങ്കിൽ x² - a² എന്നോ അല്ലെങ്കിൽ x² + a² എന്നോ അല്ലെങ്കിൽ a² - x² എന്നോ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു രൂപത്തിലേക്ക് നമ്മളതിനെ കണക്ട് ചെയ്യും. അത് കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യം, ആദ്യം x² എന്ന് പറയുന്നതിൻ്റെ കോഎഫിഷ്യൻറ്റ് 1 ആക്കി നിർത്തും. 1 ആക്കി നിർത്തിയതിന് ശേഷം x² ടേം എഴുതും, എക്സിൻ്റെ ടേം എഴുതും. അതിനുശേഷം നമ്മളൊരു ടേം ആഡ് ചെയ്യും, ഒരു ടേം സബ്ട്രാക്ട് ചെയ്യും. എന്നിട്ട് അതിനെ സിംപ്ലിഫൈ ചെയ്ത് പോകുമ്പോൾ അത് ഒന്നുമില്ലെങ്കിൽ x² - a² അല്ലെങ്കിൽ a² - x² അല്ലെങ്കിൽ x² + a² ഫോമിലേക്ക് മാറും. മാറിക്കഴിഞ്ഞാൽ പിന്നെ നേരിട്ടിട്ട് എന്ത് ചെയ്താൽ മതി? ഫോർമുല അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു ലോജിക്കാണ് നമ്മൾ ഒരു ചോദ്യത്തിൽ ഉടനീളം നമ്മൾ കണക്ട് ചെയ്യുന്നത്. അതിൽ ആ ടേമുകൾ ആഡ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക എന്ന് പറയുന്നതിന് പ്രത്യേക ലോജിക്ക് ഉണ്ട്. എല്ലാ ചോദ്യത്തിനും കോമൺ ആയി ഉപയോഗിക്കുന്ന ഒരു ഐഡിയ ഉണ്ട്. അത് നമ്മൾ ചെയ്തു പോകുന്ന സമയത്ത് കൃത്യമായി നിങ്ങൾക്ക് പറഞ്ഞു തരികയും ചെയ്യും. അപ്പോൾ അത് പ്രത്യേകം ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. നമ്മളിതിൻ്റെ തിയറി ഭാഗത്തിലേക്ക് പോവാതെ നേരിട്ടിട്ട് എവിടേക്ക് പോവുകയാണ്? ക്വസ്റ്റ്യൻസുകളിലേക്ക് പോവുകയാണ്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് ശ്രദ്ധിച്ച് നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. ഈ സെക്ഷനിലെ ഒന്നാമത്തെ ചോദ്യമാണ് ബോർഡിൽ എഴുതിയിരിക്കുന്നത്. ഇൻ്റഗ്രൽ dx/x² - 6x + 13. അപ്പോൾ നിങ്ങളിവിടെ നോക്കേണ്ടത് മുകളിൽ dx മാത്രം, താഴെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. ഈ ഒരു രൂപത്തിൽ വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ ഫസ്റ്റ് ടൈപ്പാണ് വരുന്നത്. ഫസ്റ്റ് ടൈപ്പിലേക്ക് പോകുമ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് x² എന്ന് പറയുന്നതിൻ്റെ കോഎഫിഷ്യൻറ്റ് 1 ആണോ നോക്കണം. ഇവിടെ x² കോഎഫിഷ്യൻറ്റ് 1 ആണ്. അങ്ങനെയാണെങ്കിൽ ആ ഇക്വേഷൻ ഞാനൊന്ന് എടുക്കുകയാണ്. x² - 6x + 13 ഈക്വൽ ടു x² കോഎഫിഷ്യൻറ്റ് 1 ആണെന്നുണ്ടെങ്കിൽ ആദ്യം x² ടേം എഴുതുക, പിന്നെ
എക്സിൻ്റെ ടേം എഴുതുക. എക്സിൻ്റെ ടേം എഴുതിയതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ടേം ആഡ് ചെയ്യും, ഒരു ടേം സബ്ട്രാക്ട് ചെയ്യും. അത് ഏതാണ് ആഡ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ഈ ഒരു ലോജിക്ക് മാത്രം ആലോചിച്ചാൽ മതി. കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് എന്ന് പറയുന്ന കാര്യം നോക്കുക, അതിൻ്റെ പകുതി എടുക്കുക, അതിൻ്റെ സ്ക്വയർ എടുക്കുക. ഈ ഒരു കാര്യമാണ് ഏത് ചോദ്യം വന്നാലും നമ്മൾ എന്ത് ചെയ്യുന്നത്, ആഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അതേ കാര്യം തന്നെയാണ് സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നോക്കൂ നിങ്ങൾ, കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ -6, -6ൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ -3, -3ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ് വരിക, 9 ആണ് വരിക. 9 ആഡ് ചെയ്തു, അപ്പോൾ തന്നെ 9 സബ്ട്രാക്ട് ചെയ്തു. ഇനി എഴുതാനുള്ളത് +13 എന്ന് പറയുന്ന കാര്യമാണ്. വിച്ച് ഇസ് ഈക്വൽ ടു, ഈ 3 ടേം എന്ന് പറയുന്നതിനെ നമുക്ക് പെർഫെക്റ്റ് സ്ക്വയർ ആക്കാം. അത് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, ആഡ് ചെയ്യുകയും സബ്ട്രാക്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. എക്സ് സ്ക്വയർ ഉള്ളത് കൊണ്ട് എക്സ് എഴുതുക, സെക്കൻഡ് ടേം മൈനസ് ആണെങ്കിൽ മൈനസ് ഇടുക, തേർഡ് ടേമിൻ്റെ സ്ക്വയർ റൂട്ട് 3 എഴുതുക, ഹോൾ സ്ക്വയർ. ഇപ്പോൾ നമ്മൾ ആദ്യത്തെ 3 ടേമിനെ പെർഫെക്റ്റ് സ്ക്വയർ ആക്കി റെപ്രസെൻറ്റ് ചെയ്ത് കഴിഞ്ഞു. ബാക്കി -9 + 13 എന്ന് പറഞ്ഞാൽ എത്രയാണ്, +4 എന്ന് പറഞ്ഞ കാര്യമാണ്. ഇതിനെ ഒന്നും കൂടി നമുക്ക് മാറ്റി എഴുതിയാൽ x - 3 ഹോൾ സ്ക്വയർ +4 എന്ന് പറയുന്നതിനെ എങ്ങനെ എഴുതാം, 2² എന്ന് പറഞ്ഞ ആശയത്തിലേക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ അത് ശരിക്കും ഏത് രൂപത്തിലായിട്ടുണ്ട്, x² + a² എന്ന് പറഞ്ഞ രൂപത്തിലേക്ക് ആയിട്ടുണ്ട്. ഇവിടെ x - 3 ആണെങ്കിലും നമ്മളൊരു t അപ്ലൈ ചെയ്ത് ആലോചിച്ചാൽ മതി. അപ്പോൾ ഇവിടെ എന്ത് വരും, t² + 2² എന്ന് പറഞ്ഞ ലോജിക്കിലേക്ക് കണക്ഷൻ പോവുകയും ചെയ്യും. അപ്പോൾ നമ്മൾക്ക് ഇതാണ് ശരിക്കും ഡിനോമിനേറ്ററിൽ എഴുതേണ്ടത്. പക്ഷേ അതിന് പകരം ഇനി ഞാൻ ചെയ്യുന്ന ഏതാണ്, ഇപ്പോൾ നമ്മൾ കണ്ടെത്തിയിട്ടുള്ള ആശയമാണ്. അപ്പോൾ ഇൻ്റഗ്രൽ എങ്ങനെയായിട്ട് മാറും, വിച്ച് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ dx by x - 3 ഹോൾ സ്ക്വയർ +2², വിച്ച് ഇസ് ഈക്വൽ ടു എന്ത് ചെയ്താൽ മതി, ഇൻ്റഗ്രൽ dx by x² + a² എന്ന് പറഞ്ഞ ഫോർമുല തന്നെ അപ്ലൈ ചെയ്താൽ മതി. അപ്ലൈ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, എക്സിൻ്റെ പൊസിഷനിൽ x - 3 ആണ് വരുന്നത്, a എന്ന് പറഞ്ഞ പൊസിഷനിൽ 2 ആണ് വരുന്നത്. ഫോർമുല എന്താ വരുന്നത്, 1/a tan ഇൻവേഴ്സ് x/a + c. എക്ക് പകരം 2 എഴുതിയിട്ടുണ്ട്, എക്സ് എന്ന് പറയുന്നതിന് പകരം x - 3 എഴുതിയിട്ടുണ്ട്. ഞാൻ ചെയ്യുമ്പോൾ പറഞ്ഞത് ഫോർമുലയാണ്, അതിൽ എഡിറ്റ് ചെയ്തിട്ടാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഫൈനൽ ആൻസർ എന്താ കിട്ടുക, 1/2 tan ഇൻവേഴ്സ് x - 3/2 + c എന്നാണ് കിട്ടുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. തൊട്ട് മുകളിൽ പറഞ്ഞ അതേ ചോദ്യം പോലെയാണ്. ഇവിടെ ചെറിയൊരു വ്യത്യാസമുണ്ട്. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ നോക്കുന്ന സമയത്ത് ഡിനോമിനേറ്ററിലേക്ക് നിങ്ങൾ ഒബ്സർവ് ചെയ്യുമ്പോൾ x² കോഎഫിഷ്യൻ്റ് ഇവിടെ 1 അല്ല. 1 അല്ലാതെ ഏത് വന്നു കഴിഞ്ഞാലും നമ്മൾ ആദ്യം അതിനെ എന്ത് ചെയ്യണം, ഔട്ട് സൈഡ് നിർത്തിയിട്ട് വേണം ചെയ്യാൻ. ആ ഒരു ലോജിക്ക് പറയുന്നതിന് വേണ്ടി തന്നെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഉൾപ്പെടുത്തിയത്. അപ്പോൾ ഞാൻ ഇതിലെ സെക്കൻഡ് ഡിഗ്രി ഫോമിലേക്ക് വരുന്നത് ഡിനോമിനേറ്റർ ആണ്. ആ കാര്യം മാത്രം ഒന്ന് എടുക്കുകയാണ്. എടുക്കുമ്പോൾ 9x² + 6x + 5. ആദ്യം 9 എന്ന് പറയുന്ന കാര്യത്തെ ഔട്ട് സൈഡ് നിർത്തുന്നു. 9 ഔട്ട് സൈഡ് നിർത്തുമ്പോൾ ബ്രാക്കറ്റിനകത്ത് വരുന്നത് x² + 6/9x + 5/9. അതായത് ഇവിടെയും കോമൺ ആയിട്ട് 9 ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഡിവൈഡ് ചെയ്ത് കൊടുത്താൽ മതി. വിച്ച് ഇസ് ഈക്വൽ ടു 9 × x² ഇതിനെയും നമുക്ക് 3 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. 3 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ മുകളിൽ 2 ടൈംസ് ആണ് വരിക, താഴെ 3 ടൈംസ് ആണ് വരിക, +5/9. വിച്ച് ഇസ് ഈക്വൽ ടു 9 × x² ടേം എഴുതി. അടുത്തത് x എന്ന് പറയുന്ന ടേം എഴുതി. ഇനി എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് നോക്കുക, എത്രയാണ്, 2/3. 2/3ൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ എത്ര വരിക, 1/3 ആണ് വരിക. ഈ ഫ്രാക്ഷൻ അല്ലെങ്കിൽ റാഷണൽ ഫോമിൽ കിടക്കുന്ന നമ്പറിൻ്റെ പകുതി കാണണമെങ്കിൽ ന്യൂമറേറ്ററിൽ ഉള്ളതിൻ്റെ എന്താ ആലോചിച്ചാൽ മതി, പകുതി ആലോചിച്ചാൽ മതി. ഡിനോമിനേറ്ററിന് വ്യത്യാസമൊന്നും വരില്ല, ന്യൂമറേറ്ററിൽ കിടക്കുന്നതിൻ്റെ പകുതി ആലോചിച്ചാൽ മതി. ഇനി കൃത്യമായി നമുക്ക് മുകളിൽ കിടക്കുന്ന അല്ലെങ്കിൽ ന്യൂമറേറ്ററിൽ കിടക്കുന്ന നമ്പറിൻ്റെ പകുതി എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ആ പകുതി എന്ന് പറയുന്ന കാര്യം ഡിനോമിനേറ്ററിലേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ 1/6 ആണ് ഇപ്പോൾ നമുക്ക് കോഎഫിഷ്യൻ്റ് കിട്ടിയത്. അതിൻ്റെ പകുതി എടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1/12 ആണ് എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ആ ഒരു ഐഡിയ കൂടി ഒന്ന് ഓർമ്മയിൽ വെക്കുക. ഇവിടെ അപ്പോൾ നമുക്ക് എത്ര വരുന്നത്, 2/3 എന്ന് പറയുന്നതിൻ്റെ പകുതി 1/3 ആണ് വരിക. 1/3ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1/9. 1/9 ആഡ് ചെയ്തു, 1/9 സബ്ട്രാക്ട് ചെയ്തു, ഒരു 5/9 എഴുതാനുണ്ട്, അത് എഴുതുകയും ചെയ്തു. വിച്ച് ഇസ് ഈക്വൽ ടു 9 × x² ഉള്ളതുകൊണ്ട് x വരും. സെക്കൻഡ് ടൈം പ്ലസ് ആണ്, +2. തേർഡ് ടേമിൻ്റെ സ്ക്വയർ റൂട്ട് ആലോചിക്കുക. 1ൻ്റെ സ്ക്വയർ റൂട്ട് 1 ആണ്, 9ൻ്റെ 3 ആണ് വരിക, ഹോൾ സ്ക്വയർ. -1/9 + 5/9. ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് എന്ത് ചെയ്യാം, ആഡ് ചെയ്യാനുള്ളത് ആഡ് ചെയ്യാം. -1 + 5 എന്ന് പറഞ്ഞാൽ എത്രയാണ് വരിക, 4/9. വിച്ച് ഇസ് ഈക്വൽ ടു 9 ×
എക്സ് പ്ലസ് 1/3 ഹോൾ സ്ക്വയർ പ്ലസ് 2/3 ഹോൾ സ്ക്വയർ. ഇപ്പോൾ ഏത് ഫോമിലായി? എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന് പറഞ്ഞ രൂപത്തിലേക്ക് തന്നെ കണക്ഷൻ കയറി വന്നു. ഈ ഒരു കാര്യം നമ്മൾ എന്ത് ചെയ്യാണ്? നേരെ ഇൻ്റഗ്രലിലേക്ക് കൊണ്ടുവന്നിട്ട് അപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾ ആ ഇൻ്റഗ്രേഷൻ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. വിച്ച് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഡി എക്സ് ബൈ, ഈ ഒരു കാര്യം എഴുതുന്നതിന് പകരം എന്ത് എഴുതാം? 9 ഇൻറ്റു എക്സ് പ്ലസ് 1/3 ഹോൾ സ്ക്വയർ പ്ലസ് 2/3 ഹോൾ സ്ക്വയർ. 1/9 പുറത്തേക്ക് നിർത്തി. ബാക്കി നിൽക്കുന്ന എന്താ? ഇൻ്റഗ്രൽ ഡി എക്സ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന് പറഞ്ഞ രൂപത്തിലാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫോർമുല എന്താണ്? 1/a, a എന്ന് പറയുന്നത് 2/3 ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ എ, എക്സിന്റെ സ്ഥാനത്ത് നിൽക്കുന്നത് എക്സ് പ്ലസ് 1/3 ബൈ എ എന്ന് പറയുന്നത് 2/3 പ്ലസ് സി, വിച്ച് ഇസ് ഈക്വൽ ടു 3 എന്ന് പറയുന്നത് 9ൽ ക്യാൻസൽ ചെയ്യുമ്പോൾ 3 വരും. 1/3 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 1/6 വരും. ടാൻ ഇൻവേഴ്സ് ബൈ 1 കൊടുത്ത് ഇവിടെ ക്രോസ് ആയിട്ട് ചെയ്യുമ്പോൾ 3x പ്ലസ് 1 ഡിവൈഡഡ് ബൈ 3 ഓൾ ഡിവൈഡഡ് ബൈ 2/3 പ്ലസ് സി. ഈ 3യും ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ നമ്മുടെ ഫൈനൽ ആൻസർ 1/6 ടാൻ ഇൻവേഴ്സ് 3x പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2 പ്ലസ് സി എന്നാണ് കിട്ടുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. ആ ചോദ്യത്തിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് മുകളിൽ, അതായത് ന്യൂമറേറ്ററിൽ ഡി എക്സ് ആണ്, ഡിനോമിനേറ്ററിൽ റൂട്ടിനകത്ത് ഒരു സെക്കൻഡ് ഡിഗ്രി ആണ്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ടൈപ്പിലേക്കാണ് കണക്ഷൻ പോകുന്നത്. രണ്ടാമത്തെ ടൈപ്പ് വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? റൂട്ടിനകത്തുള്ള ആ സെക്കൻഡ് ഡിഗ്രി ഫോമിലുള്ള കാര്യം എടുക്കുക. എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 2. ഇതിനെ നമ്മൾ എന്ത് ചെയ്യാണ്? ഒന്നുമില്ലെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ രൂപത്തിലേക്ക് മാറ്റും, അല്ലെങ്കിൽ എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ രൂപത്തിലേക്ക് മാറ്റും, അല്ലെങ്കിൽ എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞ അക്ഷരത്തിലേക്ക് മാറ്റും. അതിന് തൊട്ട് മുന്നേ നമ്മൾ എങ്ങനെയാണോ ചെയ്തത് അതേ രീതിയിൽ തന്നെയാണ് ഇവിടെയും കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യന്റ് നോക്കി, 1 ആണ്. എക്സ് സ്ക്വയർ എഴുതി, എക്സിൻ്റെ ടേം എഴുതി. എക്സിൻ്റെ കോഎഫിഷ്യന്റ് 2 ആണ്, അതിൻ്റെ പകുതി 1 ആണ്. അതിൻ്റെ സ്ക്വയർ ആഡ് ചെയ്യാം. 1ൻ്റെ സ്ക്വയർ 1 തന്നെയാണ്. 1 ആഡ് ചെയ്തു, 1 സബ്ട്രാക്ട് ചെയ്തു, പ്ലസ് 2 എന്ന് പറഞ്ഞ കാര്യം എഴുതി. അതായത് എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് 1. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ എന്ന് പറഞ്ഞ് എഴുതാം. ഈ സെക്കൻഡ് ഡിഗ്രി ആശയം കൊടുക്കുന്നതിന് പകരം എന്ത് ചെയ്യാം? നമുക്ക് ഈ ഒരു കാര്യം കൊടുക്കാം. അത് ഇൻ്റഗ്രലിലേക്ക് കൊടുക്കുമ്പോൾ ഇൻ്റഗ്രൽ ഡി എക്സ് ബൈ റൂട്ട് എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. ഇപ്പോൾ ഇത് ഏത് ഫോമിലായി? ഇൻ്റഗ്രൽ ഡി എക്സ് ബൈ റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന് പറഞ്ഞ ഫോമിലായി. ഫോർമുല വരുന്നത് എന്താ? ലോഗ് മോഡ് എക്സ് പ്ലസ് റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ പ്ലസ് സി. ഞാൻ ഫോർമുലയാണ് പറഞ്ഞിരിക്കുന്നത്, പക്ഷേ എക്സിന് പകരം ഞാൻ എക്സ് പ്ലസ് 1 കൊടുത്തിട്ടുണ്ട്, എക്ക് പകരം 1 ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഇസ് ഈക്വൽ ടു, ഒന്നും കൂടി ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ലോഗ് മോഡ് എക്സ് പ്ലസ് 1 പ്ലസ് റൂട്ട് ഓഫ്. ഈ കാര്യം നമ്മൾ വീണ്ടും സിംപ്ലിഫൈ ചെയ്തു പോയാൽ എവിടേക്ക് എത്തുക? എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 2 എന്ന് പറഞ്ഞ ആശയത്തിലേക്കാണ്. എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 2 പ്ലസ് സി. അടുത്ത ചോദ്യത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. ഇൻ്റഗ്രൽ ഡി എക്സ് ബൈ റൂട്ട് 7 മൈനസ് 6x മൈനസ് എക്സ് സ്ക്വയർ. ഈ രൂപത്തിൽ വരുന്ന ക്വസ്റ്റ്യൻസുകൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഒരു റിപ്പീറ്റഡ് മോഡലായിട്ടാണ് ഇത് വരുന്നത്. ചെയ്യുന്നതൊക്കെ മുൻപേ പറഞ്ഞ അതേ ലോജിക്ക് തന്നെയാണ്. ഇവിടെ സെക്കൻഡ് ഡിഗ്രി എന്ന് പറഞ്ഞ ആശയത്തിൽ കിടക്കുന്നത് എന്താണ്? 7 മൈനസ് 6x മൈനസ് എക്സ് സ്ക്വയർ. നമ്മൾ പറഞ്ഞിരുന്നത് എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യന്റ് 1 ആയിരിക്കണം. ഇവിടെ -1 എന്ന് പറയുന്ന ആശയം കിടക്കുന്നത്. പക്ഷേ 1 ആകുമ്പോൾ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പാടൂ? ഇടയിൽ ടേം ആഡ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക എന്ന് പറഞ്ഞ ആശയത്തിലേക്ക് പോകാൻ വേണ്ടി പാടുള്ളൂ. അപ്പോൾ നമ്മളിവിടെ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ മൈനസ് ഉണ്ട്, ആ മൈനസ് നമ്മൾ കോമൺ ആയിട്ട് എടുക്കുകയാണ്. കോമൺ ആയിട്ട് എടുക്കുമ്പോൾ മൈനസ് ഓഫ്, ആദ്യം എക്സ് സ്ക്വയറിൻ്റെ ടേം എഴുതി, പിന്നെ എക്സിൻ്റെ ടേം എഴുതി, പിന്നെ നമ്മൾ കോൺസ്റ്റന്റ് ടേം എന്ന് പറഞ്ഞ കാര്യം എഴുതി. അപ്പോൾ മൈനസ് പുറത്തെടുക്കുമ്പോൾ എന്ത് വരും? എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് പോസിറ്റീവ് ആവും, 6x എന്ന് പറയുന്നത് പോസിറ്റീവ് ആവും, പ്ലസ് 7 എന്ന് പറയുന്നത് -7 ആയിട്ട് മാറുകയും ചെയ്യും. ഇറ്റ് ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് എക്സ് സ്ക്വയർ ടൈം എഴുതി, 6x എഴുതി. എക്സിൻ്റെ കോഎഫിഷ്യന്റ് 6 ആണ്, അതിൻ്റെ പകുതി 3 ആണ്. അതിൻ്റെ സ്ക്വയർ 9 ആഡ് ചെയ്തു, 9 എന്ന് പറയുന്ന ആശയം സബ്ട്രാക്ട് ചെയ്തു, -7 എന്ന് പറഞ്ഞ കാര്യം എഴുതി. ഇറ്റ് ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് എക്സ് പ്ലസ് 3 ഹോൾ സ്ക്വയർ മൈനസ് 16. -9 -7 എന്ന് പറഞ്ഞാൽ -16 വരുന്നു. വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് എക്സ് പ്ലസ് 3 ഹോൾ സ്ക്വയർ മൈനസ് 4 സ്ക്വയർ. ഈ ഒരു ക്വസ്റ്റ്യനിൽ മാത്രം പുറത്ത് മൈനസ് ആണ് നിൽക്കുന്നത്. ആ മൈനസ് എന്ന് പറയുന്നത് നമ്മൾ എവിടേക്ക് അപ്ലൈ ചെയ്യാനാണ് പോകുന്നത്? റൂട്ടിനകത്തേക്ക് അപ്ലൈ ചെയ്യാനാണ് പോകുന്നത്.
അപ്പോൾ റൂട്ടിനകത്ത് നെഗറ്റീവ് കടന്നു കഴിഞ്ഞാൽ അതൊരു പ്രശ്നമാണ്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാണ്, മൈനസ് ഉള്ളിലേക്ക് കൊടുക്കുകയാണ്. കൊടുത്തതിന് ശേഷം നമുക്കിതിനെ ഒന്ന് മാറ്റി എഴുതാം. 4 സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് 3 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞ് എഴുതാം. കാരണം എന്താ, മൈനസ് ഉള്ളിലേക്ക് കൊടുക്കുമ്പോൾ ഈ ടൈം നെഗറ്റീവ് എന്നത് പോസിറ്റീവ് ആവും, ഇത് പോസിറ്റീവ് എന്നുള്ളത് എന്താവും, നെഗറ്റീവായിട്ട് മാറും. അപ്പോൾ പോസിറ്റീവിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് എഴുതുമ്പോൾ ആദ്യം 4 സ്ക്വയർ വരും, പിന്നെ മൈനസ് കഴിഞ്ഞതിന് ശേഷം എക്സ് പ്ലസ് 3 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞ ആശയം വരും. ഇതിനെ ഇതുവരെ എഴുതിയതിന് ശേഷം മാത്രമാണ് നമ്മൾ എവിടേക്ക് കൊടുക്കാൻ പാടുള്ളൂ, റൂട്ടിനകത്തേക്ക് കൊടുക്കാൻ വേണ്ടി പാടുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ഫോർമുല മാറിപ്പോകും. ശരിക്കും അവിടെ ഫോർമുല അപ്ലൈ ചെയ്യാൻ പറ്റില്ല, പക്ഷെ നമ്മൾ അറിയാണ്ട് ഫോർമുല കൊടുത്താലും അത് മാറിപ്പോകും. നിങ്ങൾ ഇനി ഇൻ്റഗ്രലിൻ്റെ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ഇൻ്റഗ്രൽ ഡി എക്സ് ബൈ റൂട്ട്, ഈ ഒരു ടേമിന് പകരം എന്തെഴുതാം, 4 സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് 3 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞ് എഴുതാം. ഇൻ്റഗ്രൽ ഡി എക്സ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ആണെങ്കിൽ സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ പ്ലസ് സി. സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ പൊസിഷനിൽ എക്സ് പ്ലസ് 3 ഡിവൈഡഡ് ബൈ എ എന്ന് പറയുന്നത് 4 പ്ലസ് സി. ഇപ്പോൾ നമുക്കതിൻ്റെ ആൻസറായി. ഇങ്ങനെ എക്സ് സ്ക്വയർ എന്ന് പറയുന്നതിൻ്റെ കോഎഫിഷ്യൻ്റ് നെഗറ്റീവ് വരുന്ന ഏത് ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും സൈൻ ഇൻവേഴ്സ് ഓഫ് ടേം പ്ലസ് സി എന്ന് പറയുന്ന രീതിയിലുള്ള ആൻസറാണ് എപ്പോഴും നിങ്ങൾക്ക് കിട്ടുക. അടുത്ത ചോദ്യം നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത അതേ മോഡലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്കൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. 8 പ്ലസ് 3x മൈനസ് എക്സ് സ്ക്വയർ, മൈനസ് ഔട്ട് സൈഡ് നിർത്തി. പ്ലസ് 3x എന്ന് പറയുന്നത് മൈനസ് പുറത്തെടുക്കുമ്പോൾ മൈനസ് 3x വരും. 8 എന്ന് പറയുന്നത് മൈനസ് 8 വരും. ഇറ്റ് ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 3x. ഇനി നമ്മൾ ചെയ്യേണ്ടത് -3 എന്ന് പറയുന്നതാണ് എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് വരിക. അതിൻ്റെ പകുതി -3/2, അതിൻ്റെ സ്ക്വയർ ആണ് ആഡ് ചെയ്യേണ്ടത്. അതിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്ര വരിക, 9/4 ആഡ് ചെയ്തു, 9/4 സബ്ട്രാക്ട് ചെയ്തു, -8, which is equal to minus of x minus 3/2 whole square. -9/4 -8 എന്ന് പറയുന്നത് -1 കൊടുക്കുക, എന്നിട്ട് അത് സെപ്പറേറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താലും മതി. സെപ്പറേറ്റ് ചെയ്യുമ്പോൾ എന്താ വരിക, അത് -9 × 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -9 വരും. 4 × -8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -32 വരും. ഡിവൈഡഡ് ബൈ 4 × 1 എന്ന് പറഞ്ഞാൽ 4 വരും. ഇത് ചെയ്യുമ്പോൾ ഈ സിമ്പിൾ മൈനസ് കൂടി എടുക്കാൻ മറന്നു വരുത്, അത് എടുത്തിട്ട് വേണം നമ്മൾ ചെയ്തിട്ട് പോകാൻ. ഓക്കെ, അതായത് ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എത്ര വരിക, -41/4 വരിക, -41/4. ഇറ്റ് ഇസ് ഈക്വൽ ടു മൈനസ് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇത് എന്തായി മാറും, 41/4 മൈനസ് എക്സ് മൈനസ് 3/2 ഹോൾ സ്ക്വയർ എന്നായി മാറുന്നു. അതായത് ഇതിനെ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ ഇങ്ങനെ എഴുതാം, √41/2 ഹോൾ സ്ക്വയർ മൈനസ് എക്സ് മൈനസ് 3/2 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞ് എഴുതാം. ഇപ്പോൾ അത് ഏത് ഫോമിലായി, എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞ രൂപത്തിലായി. ഇൻ്റഗ്രലിലേക്ക് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും, ഇൻ്റഗ്രൽ ഡി എക്സ് ബൈ √41/2 ഹോൾ സ്ക്വയർ മൈനസ് എക്സ് മൈനസ് 3/2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു ഇൻ്റഗ്രൽ ഡി എക്സ് ബൈ റൂട്ട് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ എന്ന് പറഞ്ഞാൽ √41/2 പ്ലസ് സി. ഇറ്റ് ഇസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ്, ഇവിടെ ബൈ 1 കൊടുക്കുക, ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2x - 3 ഡിവൈഡഡ് ബൈ 2 ഡിവൈഡഡ് ബൈ √41/2 പ്ലസ് സി. ഇതിലെ ഈ 2ഉം ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ ഫൈനൽ ആൻസർ എന്ത് വരും, സൈൻ ഇൻവേഴ്സ് 2x - 3 ഡിവൈഡഡ് ബൈ √41 പ്ലസ് സി എന്ന് കിട്ടുന്നു. അപ്പോൾ നമ്മൾ 6 ഫോർമുലേനെ ബേസ് ചെയ്തുകൊണ്ടുള്ള 2 ടൈപ്പ് ക്വസ്റ്റ്യൻസുകൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത 2 ടൈപ്പ് ക്വസ്റ്റ്യൻസുകളിലേക്ക് പോവുകയാണ്. ടു ഫൈൻഡ് ദ ഇൻ്റഗ്രൽ ഓഫ് ദ ടൈപ്പ് ഇൻ്റഗ്രൽ px + q dx by ax² + bx + c ആൻഡ് ഇൻ്റഗ്രൽ px + q dx by √ax² + bx + c. അതായത് ഇവിടെ മുകളിൽ ഒരു ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷനും താഴെ ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനാണ് വരുന്നതെങ്കിൽ ഈ ടൈപ്പിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, അത് സോൾവ് ചെയ്യാം. അതുപോലെ ഇവിടെ ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷനും റൂട്ടിനകത്ത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ പോലെയുള്ള കാര്യമാണ് വരുന്നതെങ്കിൽ അത് രണ്ടാമത്തെ ടൈപ്പിലൂടെ നമുക്ക് സോൾവ് ചെയ്യാം. ഈ 2 ടൈപ്പിലും നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കണക്ട് ചെയ്യുന്നത് px + q എന്ന് പറഞ്ഞ മുകളിലുള്ള ടേമിനെ a × ഡെറിവേറ്റീവ് ഓഫ് ax² + bx + c, അതായത് സെക്കൻഡ് ഡിഗ്രി ആശയത്തിൽ നിൽക്കുന്ന ആ ഒരു ടേമിൻ്റെ ഡെറിവേറ്റീവ് എയുമായി മൾട്ടിപ്ലൈ ചെയ്യുന്നു, പ്ലസ് ബി എന്ന് പറയുന്ന കാര്യം എടുക്കുന്നു. ഇതിലെ എയും ബിയും എന്താണ്, കോൺസ്റ്റൻ്റ് ആണ്. നമ്മൾ ക്വസ്റ്റ്യൻസുകൾ ചെയ്യുമ്പോൾ ആ എയും ബിയും ഒക്കെ നമ്മൾ കണ്ടുപിടിച്ചതിന് ശേഷം ഈ പ്ലസ്സിൽ വെച്ച് ഇൻ്റഗ്രേഷനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ അവിടെ ഇങ്ങനെ 2 ടൈപ്പാണ് കയറി വരിക. ഒന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് എന്ന് പറയുന്ന ആശയമാണ് കയറി വരിക,
മറ്റേത് തൊട്ടു മുകളിൽ നമ്മൾ പഠിച്ചിട്ടുള്ള രണ്ട് ടൈപ്പിൽ ഏതെങ്കിലും ഒരു ടൈപ്പിലേക്കാണ് കണക്ഷൻ പോവുക. ഈ ക്വസ്റ്റ്യനാണ് ഡിസ്കസ് ചെയ്യുന്നതെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിലേക്ക് കണക്ഷൻ പോവും. അതുപോലെ തന്നെ ഫൈൻഡ് ദ ഇന്റഗ്രൽ ഓഫ് ദ ടൈപ്പ് ഇന്റഗ്രൽ ഡി എക്സ് ബൈ എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി എന്ന് പറഞ്ഞ ആശയത്തിലേക്കാണ് പോവുക. ഇതാണ് സോൾവ് ചെയ്യുന്നതെങ്കിൽ ആദ്യത്തെ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ആയിരിക്കും. രണ്ടാമത്തെ ഇന്റഗ്രൽ എന്ന് പറയുന്നത് ഇന്റഗ്രൽ ഡി എക്സ് ബൈ റൂട്ട് എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി എന്ന് പറഞ്ഞ ഫോമിലേക്കാണ് കണക്ഷൻ പോകുന്നത്. എന്തായാലും നമുക്ക് അതിൻ്റെ ഓരോ ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾ അത് ശ്രദ്ധാപൂർവം എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കി മനസ്സിലാക്കി പഠിക്കുക. ഒന്നാമത്തെ ടൈപ്പിലേക്കുള്ള ക്വസ്റ്റ്യൻ ആണ് ആദ്യത്തെ സബ് ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ എഴുതിയിരിക്കുന്നത്. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, മുകളിൽ ഒരു ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ, താഴെ ഒരു സെക്കൻഡ് ഡിഗ്രി കേസ് വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത്, ഇത്തരം മോഡൽസുകൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് പി എക്സ് പ്ലസ് ക്യൂ എന്ന് പറയുന്ന സ്ഥാനത്ത് ഇവിടെ നിൽക്കുന്നത് എക്സ് പ്ലസ് ടു ആണ്. ഇറ്റ് ഇസ് ഈക്വൽ ടു എ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് 2x സ്ക്വയർ പ്ലസ് 6x പ്ലസ് 5 പ്ലസ് ബി. ഈ ഒരു കാര്യം എഴുതി വയ്ക്കാം. എക്സ് പ്ലസ് ടു ഈക്വൽ ടു എ ഇൻറ്റു 2 ഇൻറ്റു എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേഷൻ എന്ന് പറയുന്നത് 2x ആണ് വരിക, പ്ലസ് 6 ഇൻറ്റു എക്സിൻ്റെ ഡെറിവേഷൻ 1 ആണ് വരിക, 5ൻ്റെ ഡെറിവേഷൻ 0 പ്ലസ് ബി. അതായത് എക്സ് പ്ലസ് ടു ഈക്വൽ ടു എ ഇൻറ്റു 4x പ്ലസ് 6 പ്ലസ് ബി. ഇവിടെ നമുക്ക് എയും ബിയും കണ്ടെത്തിയാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്ന പാർട്ടിലേക്ക് പോകാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു കാര്യം ചെയ്യുകയാണ്. ഇവിടെ എക്സിൻ്റെ ടേം ഉണ്ട്, ഇവിടെയും എക്സിൻ്റെ ടേം ഉണ്ട്, ഇവിടെ കോൺസ്റ്റന്റ് ടേം ഉണ്ട്, അവിടെയും കോൺസ്റ്റന്റ് ടേം ഉണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ചെയ്യുന്നത് ഇക്വേറ്റിംഗ് കോയഫിഷ്യന്റ് ഓഫ് എക്സ്, എക്സിൻ്റെ കോയഫിഷ്യന്റ് ഇക്വേറ്റ് ചെയ്യാണ്. ലെഫ്റ്റ് സൈഡിൽ എക്സിൻ്റെ കോയഫിഷ്യന്റ് എന്ന് പറയുന്നത്, എക്സിൻ്റെ ലെഫ്റ്റ് സൈഡ് കാണുന്നത് എത്രയാണ്, 1 ഈക്വൽ ടു ഇവിടെയാണ് വരുന്നതെങ്കിൽ എ ഇൻറ്റു 4a വരുന്നുണ്ട്, ഇൻറ്റു എക്സ്, അതായത് 4a എന്ന് പറയുന്നത് എക്സിൻ്റെ കോയഫിഷ്യൻ്റ് ആണ്. വേറെ എവിടെയും എക്സിൻ്റെ ടേം ഇല്ലാത്തത് കൊണ്ട് 1 ഈക്വൽ ടു 4a, അതായത് എ ഇസ് ഈക്വൽ ടു 1/4. അതിൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞു. അടുത്തത് ഇക്വേറ്റിംഗ് കോൺസ്റ്റൻസുകൾ എന്ത് ചെയ്യുക, നമ്മൾ ഇക്വേറ്റ് ചെയ്യുക. കോൺസ്റ്റൻസുകൾ ഇക്വേറ്റ് ചെയ്യുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡിലെ കോൺസ്റ്റന്റ് ടേം എന്ന് പറഞ്ഞാൽ 2 ആണ്, റൈറ്റ് സൈഡിൽ 6 ഇൻറ്റു എ വരും, ഒരു 6a വരും, ബാക്കി പിന്നെ ഒരു പ്ലസ് ബി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് 2 മൈനസ് 6a എന്ന് പറയുന്നത് എന്തിന് തുല്യമാണ്, ബിക്ക് തുല്യമാണ്. ബി ഇസ് ഈക്വൽ ടു 2 മൈനസ് 6 ഇൻറ്റു എ എന്ന് പറയുന്നത് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു, അത് 1/4 ആണ്. ഇതിനെ നമ്മളൊന്ന് ബൈ 1 കൊടുത്ത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ ഇവിടുന്ന് സിംപ്ലിഫൈ ചെയ്ത് കണക്ട് ചെയ്ത് പോവുകയോ ചെയ്യാം. അത് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് ചെയ്യാം. ബൈ 1 കൊടുത്തിട്ട് ഞാൻ ക്രോസ് മൾട്ടിപ്ലൈ ആണ്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 4 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 8 വരും, മൈനസ് 6 ഇൻറ്റു 1 ഇൻറ്റു 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 വരും, ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ 4 വരും. അതായത് 2/4 വിച്ച് ഇസ് ഈക്വൽ ടു 1/2. ഇപ്പോൾ നമുക്ക് എ എന്ന് പറയുന്നതിൻ്റെ വാല്യൂ കിട്ടി, ബി എന്ന് പറയുന്നതിൻ്റെ വാല്യൂ കിട്ടി. ഈ കിട്ടിയ രണ്ട് വാല്യൂ ഈ ഒരു സ്റ്റെപ്പിലേക്ക് കൊണ്ടുപോയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യാം. കാരണം എക്സ് പ്ലസ് ടുവിന് പകരം ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണ്, ഈ എഡിറ്റ് ചെയ്ത് എഴുതിയ സ്റ്റെപ്പാണ് ഉപയോഗിക്കുക. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം നമ്മളൊന്ന് കണക്ട് ചെയ്യുന്ന സമയത്ത് therefore എക്സ് പ്ലസ് ടു ഈക്വൽ ടു എക്ക് പകരം 1/4 ഇൻറ്റു 4x പ്ലസ് 6 പ്ലസ് ബി എന്ന് പറയുന്നത് 1/2. ഈ ഒരു കാര്യമാണ് ഇനി നമ്മൾ എന്ത് ചെയ്യുക. ഈ ഒരു കാര്യം നമ്മൾ ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞ ആശയത്തിലേക്ക് വരുമ്പോൾ ഇൻ്റഗ്രൽ എക്സ് പ്ലസ് ടുവിന് പകരം 1/4 ഇൻറ്റു 4x പ്ലസ് 6 പ്ലസ് 1/2 ഡിവൈഡഡ് ബൈ 2x സ്ക്വയർ പ്ലസ് 6x പ്ലസ് 5 dx. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ കോൺസ്റ്റന്റ് എന്ന് പറയുന്ന കാര്യം പുറത്തേക്ക് നിർത്തും. കൂടാതെ ഈ പ്ലസ്സിൽ വെച്ചതിനെ സ്പ്ലിറ്റ് ചെയ്യും. ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞ ആശയത്തെ സ്പ്ലിറ്റ് ചെയ്യും. സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ വരും, 1/4 പുറത്ത് വരും, ഇൻ്റഗ്രൽ 4x പ്ലസ് 6 dx ഡിവൈഡഡ് ബൈ 2x സ്ക്വയർ പ്ലസ് 6x പ്ലസ് 5 പ്ലസ് 1/2 എന്ന് പറയുന്നത് പുറത്തേക്ക് വരും, ഇൻ്റഗ്രൽ dx ബൈ 2x സ്ക്വയർ പ്ലസ് 6x പ്ലസ് 5. ഇപ്പോൾ നിങ്ങളിവിടെ നോക്കി നോക്കൂ, ഫസ്റ്റ് ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിലൂടെ കണക്ട് ചെയ്യാം. കാരണം ഇതിൻ്റെ ഡെറിവേഷനാണ് മുകളിൽ വരുന്നത്, അതുകൊണ്ട് തന്നെ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിലൂടെ കണക്ട് ചെയ്യാം. ഇത് എന്ന് പറയുന്നത് മുകളിൽ ഡി എക്സും താഴെ സെക്കൻഡ് ഡിഗ്രി ഫോമിലാണ് നിൽക്കുന്നത്. ആ മെത്തേഡ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യണം എന്നുള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ആ രീതിയിലാണ് ഇത് സോൾവ് ചെയ്യുക. ഇത് രണ്ട് ഇൻ്റഗ്രലായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം, അല്ലെങ്കിൽ ഒരുമിച്ച് തന്നെ ഇട്ടിട്ട് നിങ്ങൾക്ക് ചെയ്തു പോകാം. ഞാനിത് ഇൻ്റഗ്രേഷൻ എഴുതാനുള്ള സൗകര്യത്തിന് വേണ്ടി ഇതിനെ I1 എന്ന് പറഞ്ഞും ഇതിനെ I2 എന്ന് പറഞ്ഞും എഴുതാണ്. ഇനി ഞാൻ I1 കാൽക്കുലേറ്റ് ചെയ്യും, I2 കാൽക്കുലേറ്റ് ചെയ്യും. ലാസ്റ്റ് നമ്മൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് രണ്ടും നമ്മൾ ആഡ് ചെയ്ത് എഴുതി വയ്ക്കും. I1 ഈസ് ഈക്വൽ ടു 1/4 ഇൻറ്റു ഇൻ്റഗ്രൽ
4x plus 6 dx divided by 2x square plus 6x plus 5. സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിലൂടെ ചെയ്യാൻ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ 2x square plus 6x plus 5 എന്ന് പറയുന്നതിന് ടി കൊടുക്കുക. ടി കൊടുത്തു കഴിഞ്ഞാൽ 2x square എന്ന് പറയുന്നതിൻ്റെ ഡെറിവേഷൻ 4x വരും പ്ലസ് 6 ഇൻറ്റു ഡി എക്സ് ഈക്വൽ ടു ഡി ടി. വളരെ സ്റ്റെപ്പ് കുറച്ചുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാം. ഈ ടൈപ്പിൽ എല്ലായ്പ്പോഴും എന്താണ് വരിക, ഇതിൻ്റെ ഡെറിവേഷൻ തന്നെയാണ് മുകളിൽ ഉണ്ടാവുക. അപ്പോൾ ഇനി സെപ്പറേറ്റ് ഇനി ഡെറിവേഷൻ എങ്ങനെ വന്നെന്ന് ആലോചിക്കാൻ നിൽക്കൊന്നും വേണ്ട, നേരിട്ട് നിങ്ങൾ എഴുതി വെച്ചാൽ മതി. 4x plus 6 dx ആണ് എന്ത് വരിക, ഡി ടി വരിക. അതായത് 1/4 ഇൻറ്റു ഇൻ്റഗ്രൽ 4x plus 6 dx എന്ന് പകരം ഡി ടി ഡിവൈഡ് ബൈ താഴത്തുള്ള ടൈമിന് പകരം ടി. ഇത് ഇൻ്റഗ്രൽ 1/t dt എന്ന് പറഞ്ഞ ഫോമിലാണ്, അതായത് ലോഗ് മോഡ് ടി. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ എന്ത് പറയാം, 1/4 ലോഗ് മോഡ് ടി പ്ലസ് സി ദാറ്റ് ഈസ് ഈക്വൽ ടു 1/4 ലോഗ് മോഡ് 2x സ്ക്വയർ പ്ലസ് 6x പ്ലസ് 5 പ്ലസ് സി. ഇപ്പോൾ നമ്മൾ I1 എന്ന് പറയുന്ന ഇൻ്റഗ്രൽ കണ്ടെത്തി കഴിഞ്ഞു. എന്ന് പറഞ്ഞ ഇൻ്റഗ്രലിലേക്ക് പോവാണ്. അപ്പോൾ അങ്ങനെയാണ് വരുന്നതെങ്കിൽ നമുക്കിതിനെ 1/2 ഇൻറ്റു ഇൻ്റഗ്രൽ, തൊട്ട് മുന്നേ ഞാൻ പറഞ്ഞു തന്നിരുന്നത് ഇത് സെപ്പറേറ്റ് എടുത്തിട്ട് അതിനെ സിംപ്ലിഫൈ ചെയ്യുന്ന ഒരു ആശയമാണ്. ഞാൻ ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞു പോകുന്നത് ഇൻ്റഗ്രലിൽ ഇട്ടിട്ട് തന്നെ എങ്ങനെ അത് ചെയ്തു പോകുക എന്നുള്ളതാണ്. ഇൻ്റഗ്രൽ ഡി എക്സ് ബൈ, നമുക്ക് എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻറ്റ് 1 ആവണം. 1 ആക്കാൻ വേണ്ടി 2 എന്ന് പറയുന്നത് ഔട്ട് സൈഡ് എടുക്കുകയാണ്. എക്സ് സ്ക്വയർ പ്ലസ് 3x പ്ലസ് 5/2 വിച്ച് ഇസ് ഈക്വൽ ടു, ഈ 1/2 കൂടി പുറത്തേക്ക് വരുമ്പോൾ 1/4 ഇൻറ്റു ഇൻ്റഗ്രൽ ഡി എക്സ് ബൈ എക്സ് സ്ക്വയർ എഴുതി, എക്സിൻ്റെ ടൈമായി 3x എഴുതി. അടുത്തത് ഒരു ടൈം ഇവിടെ ആഡ് ചെയ്യണം. എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് 3 ആണ്, അതിൻ്റെ പകുതി 3/2 ആണ്. അതിൻ്റെ സ്ക്വയർ ആഡ് ചെയ്യാം, അതായത് 9/4 ആഡ് ചെയ്തു, 9/4 സബ്ട്രാക്ട് ചെയ്തു, പ്ലസ് 5/2 വിച്ച് ഇസ് ഈക്വൽ ടു 1/4 ഇൻറ്റു ഇൻ്റഗ്രൽ ഡി എക്സ് ബൈ എക്സ് പ്ലസ് 3/2 ഹോൾ സ്ക്വയർ. എക്സ് സ്ക്വയറിലുള്ളതുകൊണ്ട് എക്സ് എഴുതി, സെക്കൻഡ് ടൈം പ്ലസ് ആണ്, പ്ലസ് എഴുതി, തേർഡ് ടൈമിൻ്റെ സ്ക്വയർ റൂട്ട് ആലോചിച്ചു, അപ്പോൾ 3/2 വരും. അപ്പോൾ മൊത്തം സ്ക്വയർ എന്ന് പറഞ്ഞ് എഴുതി വെക്കുക. ഇനി മൈനസ് 9/4 പ്ലസ് 5/2 വിച്ച് ഇസ് ഈക്വൽ ടു 4 എന്ന് പറയുന്നതാണ് LCM വരിക. കാരണം ഇത് രണ്ടും പരസ്പരം മൾട്ടിപ്പിൾ ആണ്. പരമാവധി LCM രീതിയിൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, എങ്കിലാണ് പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറഞ്ഞ ആശയം നമുക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ 2ഉം 4ഉം പരസ്പരം മൾട്ടിപ്പിൾ ആയതുകൊണ്ട് 4 ആണ് എന്ത് വരുന്നത്, അവിടെ ഇങ്ങനെ LCM എന്ന് പറഞ്ഞ ആശയം വരുന്നത്. -9 എന്ന് പറയുന്നതിൻ്റെ താഴെ 4 ഉണ്ട്, അപ്പോൾ -9 അതുപോലെ തന്നെ എഴുതുക. പ്ലസ് ഇവിടെ 5 ആണ്, താഴെ 2 ആണ്, പക്ഷെ നമ്മൾ 4 ആയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, അതുപോലെ ഇവിടെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ എത്ര വരും, 10 വരും, വിച്ച് ഇസ് ഈക്വൽ ടു 1/4. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് എഴുതാം, പ്ലസ് 1/4. അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുമ്പോൾ 1/4 ഇൻറ്റു ഇൻ്റഗ്രൽ ഡി എക്സ് ബൈ എക്സ് പ്ലസ് 3/2 ഹോൾ സ്ക്വയർ പ്ലസ് 1/2 ഹോൾ സ്ക്വയർ. ഇപ്പോൾ ഇത് ഏത് ഫോമിലായി, ഇൻ്റഗ്രൽ ഡി എക്സ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന് പറഞ്ഞ രൂപത്തിലായി. അതിൻ്റെ ഫോർമുല 1/a ടാൻ ഇൻവേഴ്സ് x/a പ്ലസ് സി. അപ്പോൾ ഇതിനെ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ എന്ത് പറയാം, 1/4 ഇൻറ്റു 1/a, a എന്ന് പറയുന്നത് 1/2 ടാൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് 3/2 ബൈ എ എന്ന് പറയുന്നത് 1/2 പ്ലസ് സി വിച്ച് ഇസ് ഈക്വൽ ടു 2 4ൽ 2 ടൈംസ് ആണ്, 1/2 ടാൻ ഇൻവേഴ്സ് 2x പ്ലസ് 3 ഡിവൈഡഡ് ബൈ 2 ഡിവൈഡഡ് ബൈ 1/2 പ്ലസ് സി. 2ഉം 2ഉം ക്യാൻസൽ ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 1/2 ടാൻ ഇൻവേഴ്സ് 2x പ്ലസ് 3 പ്ലസ് സി. കാരണം 2x പ്ലസ് 3/1 എന്താ വരിക, 2x പ്ലസ് 3 തന്നെയാണ്. അപ്പോൾ നമുക്ക് I2 എന്ന് പറയുന്ന കാര്യം കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഈ ഇൻ്റഗ്രൽ എന്ന് പറയുന്ന കാര്യത്തിന് എങ്ങനെ എഴുതാം, I1 പ്ലസ് I2 എന്ന് പറഞ്ഞ് എഴുതാം. I1ന് പകരം ആൻസർ ഞാൻ അവിടെ എഴുതി, I2ന് പകരം ആൻസർ എഴുതി, രണ്ടും തമ്മിൽ ആഡ് ചെയ്ത് അവിടെ എഴുതി വെച്ചു. ഒരു കാര്യം ശ്രദ്ധിക്കുക, രണ്ടിലും ഞാൻ സി എഴുതിയിരുന്നു, പക്ഷേ രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ അത് മറ്റൊരു സി ആണെന്ന് വിചാരിച്ചാൽ മതി. അടുത്ത ചോദ്യത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. രണ്ടാമത്തെ ടൈപ്പിലേക്കുള്ള കണക്ഷനാണ് ഇത് വരുന്നത്. ഇൻ്റഗ്രൽ മുകളിൽ വരുന്നത് ഒരു ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ, താഴെ റൂട്ടിനകത്ത് സെക്കൻഡ് ഡിഗ്രി എന്ന് പറഞ്ഞ ഫോമിൽ വരികയും ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, എക്സ് പ്ലസ് 3 ഈക്വൽ ടു എ ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് 5 മൈനസ് 4x മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് ബി. റൂട്ടിനകത്തുള്ള ആ സെക്കൻഡ് ഡിഗ്രി കേസ് മാത്രമാണ് അവിടെ കണക്ട് ചെയ്യുന്നത്. എ ഇൻറ്റു ഡെറിവേഷൻ ഓഫ് 5 എന്ന് പറഞ്ഞാൽ 0 ആണ്, -4 ഇൻറ്റു എക്സിൻ്റെ ഡെറിവേഷൻ 1 ആണ്, -2x പ്ലസ് ബി. അതായത് എ ഇൻറ്റു -4 -2x പ്ലസ് ബി. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് എക്സ് പ്ലസ് 3 ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടാണ് കിട്ടിയിരിക്കുന്നത്. മുൻപ് ചെയ്ത പോലെ തന്നെ ഇക്വേറ്റിംഗ് കോഎഫിഷ്യൻ്റ് ഓഫ് എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ഇക്വേറ്റ് ചെയ്യാം.
ലെഫ്റ്റ് സൈഡിൽ എക്സിൻ്റെ കോയിഫിഷ്യൻ എന്ന് പറഞ്ഞാൽ 1 ആണ്. റൈറ്റ് സൈഡിൽ ഇവിടെ ഒരു -2 ഉണ്ട്, പുറത്തൊരു എ ഉണ്ട്. അപ്പോൾ -2a എന്ന് പറഞ്ഞ കാര്യം വരും. അതായത് എ എന്ന് പറയുന്നത് 1/-2 അഥവാ -1/2. അടുത്തത് ഇക്വേറ്റിംഗ് കോൺസ്റ്റൻസ്. കോൺസ്റ്റന്റുകൾ ഇക്വേറ്റ് ചെയ്യുക. ലെഫ്റ്റ് സൈഡിലെ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് 3 ആണ്. 3 = റൈറ്റ് സൈഡിൽ -4 × a -4a വരും, കൂടാതെ ഒരു +b വരും. അതായത് 3 + 4a എന്ന് പറയുന്നത് b ആണ്. b = 3 + 4 × a എന്ന് പറയുന്നത് എന്താണ്? -1/2 ആണ്. 2 4ൽ 2 ടൈംസ് ആണ്. അപ്പോൾ ഇവിടെ വരുന്നത് എന്താണ്? 3 - 2 ആണ് വരിക. അപ്പോൾ ആൻസർ എത്ര വരും? 1 എന്ന് പറയുന്ന കാര്യം വരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ഈ ഒരു ടേമിൽ എക്കും ബിക്കും കൊടുത്തുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം? therefore x + 3 = എക്ക് പകരം -1/2 × -4 - 2x പ്ലസ് ബി എന്ന് പറയുന്നതിന് പകരം 1 എന്ന് പറഞ്ഞ ആശയം കൊടുക്കാം. ഇനി നമുക്ക് ഇൻ്റഗ്രേഷനിലേക്ക് പോയി നോക്കാം. ഇൻ്റഗ്രേഷനിലേക്ക് വരുമ്പോൾ ഇൻ്റഗ്രൽ x + 3 എന്ന് പറയുന്നതിന് പകരം -1/2 × -4 - 2x + 1 ഡിവൈഡഡ് ബൈ √5 - 4x - x² dx. കഴിഞ്ഞ ചോദ്യത്തിൽ ചെയ്ത പോലെ തന്നെ പ്ലസ് വെച്ച് ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുക, കോൺസ്റ്റന്റ് പുറത്ത് നിർത്തുക. -1/2 × ഇൻ്റഗ്രൽ -4 - 2x dx ഡിവൈഡഡ് ബൈ √5 - 4x - x² പ്ലസ് ഇൻ്റഗ്രൽ 1 dx ബൈ √5 - 4x - x². ഇതിനെ I1 എന്ന് പറഞ്ഞ ഇൻ്റഗ്രലായിട്ടും ഇതിനെ I2 എന്ന് പറഞ്ഞ ഇൻ്റഗ്രലായിട്ടും എടുക്കുക. ഇനി I1 ഇവാലുവേറ്റ് ചെയ്യുന്നു, I2 ഇവാലുവേറ്റ് ചെയ്യുന്നു, രണ്ടും തമ്മിൽ ആഡ് ചെയ്ത് വെക്കുന്നു. I1 എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് തന്നെയാണ്, അതിന് വ്യത്യാസമൊന്നുമില്ല. കാരണം ഈ റൂട്ടിനകത്ത് കിടക്കുന്നതിൻ്റെ ഡെറിവേഷനാണ് തൊട്ട് മുകളിൽ കയറി വരുന്നത്. അപ്പോൾ നമ്മൾ ഈ താഴത്തുള്ളതിന് ടി എന്ന് പറഞ്ഞ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണെങ്കിൽ 5 - 4x - x² എന്ന് പറയുന്നത് ടി കൊടുക്കുകയാണെങ്കിൽ -4 - 2x എന്ന് പറയുന്നത് അതിൻ്റെ ഡെറിവേഷൻ വരും. dx = dt എന്ന് പറഞ്ഞ കാര്യം വരും. അതായത് -1/2 ഇൻ്റഗ്രൽ -4 - 2x dx എന്ന് പറയുന്നതിന് പകരം dt ഡിവൈഡഡ് ബൈ √t. അതായത് -1/2 ഇൻ്റഗ്രൽ dt ബൈ t⁻². ഇപ്പോഴും അതിൻ്റെ ഇൻ്റഗ്രേഷൻ നമുക്ക് ചെയ്യാൻ സാധിക്കുകയില്ല. അപ്പോൾ നമ്മളതിനെ ഒന്നുകൂടി മാറ്റം വരുത്തുകയാണ്. -1/2 ഇൻ്റഗ്രൽ t⁻−1/2 dt. അതായത് a⁻n = 1/a⁻n ആണ് നമുക്കറിയാം. ആ ഫോർമുല ഇവിടെ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് എഴുതാം? 1/t⁻² എന്ന് പറഞ്ഞാൽ t⁻−1/2 ആണ്. ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞ ആശയത്തിലേക്ക് പോകുമ്പോൾ -1/2 × t⁻−1/2 + 1 ഡിവൈഡഡ് ബൈ -1/2 + 1 പ്ലസ് c -1/2 × ഇവിടെ t⁻1/2 ആണ് വരിക, ഡിവൈഡഡ് ബൈ 1/2 പ്ലസ് c. ഇതിലെ ഈ 2ഉം മുകളിൽ കിടക്കുന്ന 2 നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്ത് കളയാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബാക്കി നിൽക്കുന്നത് എന്താ? -t⁻1/2 പകരം √t എന്ന് എഴുതാം, പ്ലസ് c =- √t എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ √t പകരം 5 - 4x - x² പ്ലസ് c എന്ന് പറഞ്ഞു എഴുതാം. I2ൽ നമുക്ക് ചെയ്യാനുള്ളത് ഇൻ്റഗ്രൽ 1 dx ബൈ √5 - 4x - x² ആണ്. നമ്മൾ ഈ ഇത് സെപ്പറേറ്റ് എടുത്തിട്ടാണ് മുൻപേ ഞാൻ പറഞ്ഞു തന്നിരുന്നത്. ഇവിടെ ഞാൻ റൂട്ടിനകത്ത് ഇട്ടിട്ട് തന്നെ എന്ത് ചെയ്യാണ്? നമ്മൾ അതേ രീതിയിൽ ലോജിക്കുകൾ അപ്ലൈ ചെയ്തുകൊണ്ട് ഇതിനെ ഇൻ്റഗ്രേഷൻ ഒന്ന് ചെയ്യുകയാണ്. ഇൻ്റഗ്രൽ 1 dx ബൈ √. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താ? മൈനസ് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ x² വരും, പ്ലസ് 4x വരും, -5 എന്ന് പറഞ്ഞ ആശയം വരുന്നു. വിച്ച് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ dx ബൈ √, മൈനസ് x² പ്ലസ് 4x പ്ലസ് ഇതിൻ്റെ പകുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആണ് വരിക. 4ൻ്റെ പകുതി 2 വരും, 2ൻ്റെ സ്ക്വയർ 4 വരും, 4 ആഡ് ചെയ്തു, 4 സബ്ട്രാക്ട് ചെയ്തു, -5. വിച്ച് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ dx ബൈ √, മൈനസ് x + 2 ഹോൾ സ്ക്വയർ. x² ആകുമ്പോൾ x എഴുതി, പ്ലസ് ആയതുകൊണ്ട് പ്ലസ് എഴുതി, തേർഡ് ടൈമിൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞാൽ 2 ആണ് വരിക, മൊത്തം സ്ക്വയർ എഴുതി, -4 - 5 എന്ന് പറഞ്ഞാൽ -9. which is equal to integral dx by √, മൈനസ് എന്ന് പറയുന്ന ഉള്ളിലേക്ക് കൊടുക്കുകയാണ്, 9 പകരം 3² എഴുതാണ്. അപ്പോൾ ആദ്യം 3² വരും, പിന്നെ x + 2 ഹോൾ സ്ക്വയർ എന്ന് പറയുന്ന കാര്യം വരുന്നു. ഇനി നമ്മൾ ചെയ്യേണ്ടത് അത് ഏത് ഫോമിലായി? ഇൻ്റഗ്രൽ dx ബൈ √, a² - x² എന്ന് പറഞ്ഞ രൂപത്തിലായി.
അപ്പോൾ അതിൻ്റെ ആൻസർ എന്താ വരിക? സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ പ്ലസ് സി ആണ് ഫോർമുല. സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ പ്ലേസിൽ എക്സ് പ്ലസ് 2 ഡിവൈഡഡ് ബൈ എ എന്ന് പറയുന്നത് 3 പ്ലസ് സി. y2 എന്ന് പറയുന്ന കാര്യം കിട്ടിക്കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? therefore i ഇന്റഗ്രൽ എന്ന് പറയുന്നതിനെ i എന്ന് പറഞ്ഞ് വിശേഷിപ്പിച്ചാൽ i1 പ്ലസ് i2 വിച്ച് ഇസ് ഈക്വൽ ടു i1 എന്ന് പറയുന്നതിൻ്റെ ആൻസർ -√5 മൈനസ് 4x മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് i2 എന്ന് പറയുന്നതിൻ്റെ ആൻസർ കിട്ടിയത് സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് 2 ഡിവൈഡഡ് ബൈ 3 പ്ലസ് സി. ഇത്രയും ചോദ്യങ്ങളാണ് ഈ ഒരു സെക്ഷനിൽ നമുക്ക് പഠിക്കുവാനുള്ളത്. അപ്പോൾ ഇതിലെ ലാസ്റ്റ് ആയിട്ടുള്ള 2 ടൈപ്പ് കുറച്ച് ലെങ്ത് കൂടിയ ടൈപ്പാണ്. കാരണം അവിടെ 2 മെത്തേഡ് കയറി വരുന്നുണ്ട്. സം പർട്ടിക്കുലർ ഫങ്ഷൻസ് എന്ന് പറയുന്നതിൽ ആദ്യം നമ്മൾ പഠിച്ചിട്ടുള്ള 2 ടൈപ്പും അതുപോലെ തന്നെ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് കൂടി കണക്റ്റഡ് ആയിട്ടുള്ളതാണ് അടുത്ത 2 ടൈപ്പുകൾ കയറി വരുന്നത്. അപ്പോൾ അത് തന്നെ അവിടെ നിന്നൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് അറിയുമോ, അതുപോലെ തന്നെ പർട്ടിക്കുലർ ഫംഗ്ഷൻ എന്ന് പറയുന്നതിനെ ഫോർമുലയ്ക്ക് കണക്ട് ചെയ്ത് ചെയ്യാൻ അറിയുമോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അത് ലെങ്ത് കൂടുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാകുന്ന വെയിറ്റേജ് കൂടുതലായിരിക്കും. എന്തായാലും ഇൻ്റഗ്രൽസ് ഓഫ് സം പർട്ടിക്കുലർ ഫംഗ്ഷൻ എന്ന് പറയുന്ന സെക്ഷനിൽ നമ്മൾക്ക് മുഴുവനായിട്ട് ഇത്രയും കാര്യങ്ങളെ പഠിക്കുവാനുള്ളൂ. എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ പേപ്പറുകൾ വന്നു കഴിഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ ക്ലാസ് സെറ്റ് ചെയ്തിട്ട് എടുത്തു തരുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ചോദ്യങ്ങളെല്ലാം നല്ലതുപോലെ ചെയ്ത് പഠിക്കുക. അതിനുശേഷം സമയം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, മറ്റ് ചോദ്യം ഇതുപോലെയുള്ളത് തനിയെ ചെയ്ത് നോക്കുക. ടെക്സ്റ്റ് ബുക്കിൻ്റെ ബാക്കിലെ ആൻസറുമായിട്ടൊന്ന് വെരിഫൈ ചെയ്യുക. ഈ ഒരു സെക്ഷൻ ശരിക്ക് ലെങ്ത് ഏറിയ ഒരു സെക്ഷനാണ്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഈ വീഡിയോ കുറച്ച് ലെങ്ത് കൂടിയ ഒരു വീഡിയോ ആവാൻ സാധ്യതയുണ്ട്. കാരണം അത് കണക്ട് ചെയ്ത് ഒരുമിച്ച് വെച്ച് പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത്. എന്തായാലും എല്ലാ ഭാഗങ്ങളും നമ്മൾ അതിൻ്റെ കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫോക്കസ് ഏരിയയിൽ വരുന്ന മറ്റൊരു സെക്ഷനാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ആ സെക്ഷനുമായിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.